ഉമ്മാനെ തല്ലിയതിന്റെ പേരിലല്ല, പട്ടിണിക്കിട്ടതിന്റെ പേരിലല്ല, വീട്ടിൽ നാട്ടിയിറക്കിയതിന്റെ പേരിലല്ല. ഒറ്റ ഒരു തെറ്റ്, ഉമ്മയേക്കാൾ ഭാര്യയെ സ്നേഹിച്ചു. അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ ഇരിക്കണ ഓരോ മക്കളും ചിന്തിക്ക്, നിന്റെ വീടിന്റെ അകത്ത് ഇത് നടക്കുന്നുണ്ടോ ഇല്ലേ? ഇതിനർത്ഥം ഭാര്യയെ സ്നേഹിക്കണ്ട എന്നല്ല. ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യയെ സ്നേഹിക്കണം, അതുപോലെ ഉമ്മാനെയും സ്നേഹിക്കണം. പക്ഷെ ഭാര്യമാര് പഠിക്കേണ്ട ഒരു കാര്യം, നീ ആദ്യം സ്നേഹിക്കേണ്ടത് ഭർത്താവിനെയല്ല. നീ ആദ്യം സ്നേഹിക്കേണ്ടത് ഭർത്താവിനെയല്ല. എന്റെ പെണ്ണിനോട് പറയുന്നു, പെങ്ങളെ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ ഭർത്താവിനെ സ്നേഹിച്ചാ പോരാ, ഭർത്താവിന്റെ ഉമ്മാനെ സ്നേഹിക്കാൻ പഠിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആദ്യം സ്നേഹിക്കേണ്ടത് ആര്യ? ഭർത്താവിനെ അല്ല, ഭർത്താവിന്റെ മാതാപിതാക്കൾ. കാരണം നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭർത്താവിന്റെ പൊരുത്തം വേണം. പക്ഷെ ഭർത്താവിന് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഉമ്മാടെ പൊരുത്തം വേണം. ഉമ്മാനെ ഒരു മകനും ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് നീ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുക, അതാ ഏറ്റവും നല്ലത്. ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോ ഉമ്മ ഒരു സൈഡില്, ഭാര്യ ഒരു സൈഡില്, ആത്മഹത്യ ചെയ്ത ചെറുപ്പക്കാരൻ. കാരണം എന്തേ? ചില അമ്മായിയമ്മമാരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എന്തൊരു സാധനവും അറിയോ. ഈ ചങ്ങാതി ഇങ്ങോട്ട് ചെല്ലുമ്പോ ഉമ്മ ഭാര്യയെ കുറിച്ച് പരാതി പറയാ. ഇങ്ങനെ കേട്ട് ബെഡ്റൂമിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് അടുത്ത പെണ്ണുമ്പോൾ അവിടെ ഉമ്മാനെ കുറിച്ച്. എന്റെ ഭർത്താക്കന്മാരോട് പറയണത്, ചെറുപ്പക്കാരോട്, എടാ, അല്ല രണ്ട് ചെവി തന്നെ എന്തിനാണെന്നറിയാമോ? കേൾക്കാൻ ഒന്ന് പോരെ? കേൾക്കാനാണെങ്കിൽ ഒരു ചെവി പോരെ? അല്ല രണ്ട് ചെവി തന്നിരിക്കുന്നത് ഒന്ന് കേൾക്കാനും ഒന്ന് കളയാനുമാണ്. ഉമ്മ പലതും പറയും, നിന്റെ ഭാര്യയെ കുറിച്ചിട്ടുള്ള പരാതികൾ മുഴുവനും പറയും. പാവ ഉമ്മാടെ പൊരുത്തില്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് മിണ്ടാതെ മാറി ഈ കളവിന്ന് പറയാൻ പറ്റുമോ? എന്റെ പെണ്ണുമ്പിളെ കുറിച്ച് ആവശ്യമില്ലാത്ത പറയാൻ പറ്റത്തില്ല. എന്ന വാക്കുകൾ പറയാൻ പറ്റത്തില്ലെന്ന ഖുർആൻ പറഞ്ഞേ. ഉമ്മ പറയുമ്പോൾ മിണ്ടാതിരുന്ന് കേൾക്കണം, ഇങ്ങനെ കേൾക്കണം. കുറച്ച് കഴിഞ്ഞു, ഇടിവെട്ടുന്ന പോലെ കുറെ കേട്ടു. ഇതിലേക്കൂടെ കളയാനുള്ളത് മൊത്തം കളഞ്ഞു. എന്നിട്ട് അൽഹംദുലില്ലാ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തിളച്ച എണ്ണേന്റെ എരുതി വീഴുന്ന പോലെ അകത്ത് ആമിനാത്ത ഇങ്ങനെ ഇരിക്കുക. അങ്ങോട്ട് കയറിച്ചോണ്ട് നിങ്ങളുടെ തള്ളേണ്ടല്ലോ, അവിടെ ഇരിക്കണം ചിരിച്ചോണ്ട്. അൽഹംദുലില്ലാ ഇതിലേക്ക് കേൾക്കണം. കഴിഞ്ഞില്ലേ, അസ്സലാമു അലൈക്കും, കിടന്നുറങ്ങാം. ഇതെന്നെ ജീവിതം. അല്ലാതെ ഭാര്യ പറയുന്നത് മാത്രം കേൾക്കരുത്, ഉമ്മ പറയുന്നത് മാത്രം കേൾക്കരുത്. രണ്ടുപേരും പറയുന്നത് കേൾക്കുക തന്നെ വേണം. കാരണം ഭാര്യയ്ക്ക് പറയാനുള്ളത് നിന്നോടാ, നാട്ടുകാരോട് പറയാൻ പറ്റത്തില്ലല്ലോ. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളുടെ പരാതി, ഞാൻ പറയുന്നത് ഭർത്താവ് കേൾക്കുന്നില്ല എന്നാണ്. ഒന്ന് കേൾക്കണ ചങ്ങാതി, എന്തെല്ലാം നമ്മൾ കേൾക്കുന്നു. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് കേൾക്കണം. ഇന്നത്തെ കല്യാണം കഴിക്കുന്ന പയ്യനോടും നിനക്ക് പിന്നെ കൂടുതൽ പരാതി ഒന്നും കാണില്ല. കാരണം എത്തിങ്ങാനെന്ന് കെട്ടിക്കൊണ്ട് പോകുന്നതാ. ഓളെ കൊണ്ട് കട്ടിലി കിടത്തിയാലും ഉറങ്ങും, പാവിരിച്ചിട്ട് കിടക്കാൻ പറഞ്ഞാലും കിടക്കും, മട്ടൻ ബിരിയാണി മേടിച്ചു കൊടുത്താലും തിന്നും, കഞ്ഞിയും പയർ പിടിച്ചാലും തിന്നും. കാരണം ഇത് തിന്നു പഠിച്ചതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അള്ളാഹുവിന്റെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.